അവഗാഡ്രോ കോൺസ്റ്റന്റിലൂടെ പ്രസിദ്ധനായിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞനാണ് അമേഡിയോ അവഗാഡ്രോ എന്ന് പറയുന്നത്. ഇദ്ദേഹം ജനിച്ചത് ഇറ്റലിയിലെ ടൂറിൻ എന്ന് പറയുന്ന നഗരത്തിലാണ്. നിയമത്തിൽ ഡോക്ടറേറ്റ് എടുത്ത ഇദ്ദേഹം 3 കൊല്ലം വക്കീലായി പ്രാക്ടീസ് ചെയ്തതിന് ശേഷമാണ് ശാസ്ത്രത്തിലേക്ക് തിരിയുന്നത്. ഇദ്ദേഹം ടൂറിൻ സർവകലാശാലയിലെ ഭൗതികശാസ്ത്രം പ്രൊഫസറായിരുന്നു. ഇദ്ദേഹത്തിന്റെ ജീവിതത്തെ പറ്റിയുള്ള ഒരു ചെറു ചരിത്രം ഈ തവണത്തെ സയൻസ് ആൻഡ് സ്റ്റോറീസിന്റെ എപ്പിസോഡിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. ഒരു വാതകത്തിന്റെ പ്രഷർ കോൺസ്റ്റന്റ് ആണെങ്കിൽ അതിന്റെ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് അതിന്റെ വോളിയവും കൂടും എന്നുള്ള ചാൾസ് നിയമമാണ് ഇദ്ദേഹത്തിന്റെ സംഭാവനയ്ക്ക് ഒരു പ്രചോദനമായിട്ടുള്ളത്. ഒരേ ടെമ്പറേച്ചറിലും പ്രഷറിലും അടങ്ങിയിരിക്കുന്ന വാതകങ്ങളിലെ പാർട്ടിക്കിൾസിന്റെ എണ്ണം അതിന്റെ വോളിയത്തിനനുസരിച്ചിട്ടായിരിക്കും മാറുക എന്നുള്ള അവഗാഡ്രോവിന്റെ നിയമം 1811 തന്നെ പ്രസിദ്ധീകരിക്കപ്പെടുക ഉണ്ടായിരുന്നെങ്കിലും അതിനെ എല്ലാവരും തന്നെ അംഗീകരിച്ചിരുന്നില്ല. അതിലേറ്റവും പ്രമുഖന്മാരായിട്ട് നിന്നിട്ടുണ്ടായിരുന്നത് ജോൺ ഡാൾട്ടനും ആ കാലത്തെ ഏറ്റവും പ്രസിദ്ധനായിട്ടുള്ള ശാസ്ത്രജ്ഞനായിട്ടുള്ള ബെർസീലിയസും തന്നെയായിരുന്നു. ഇതിന്റെ ഫലമായിട്ട് അന്നുണ്ടായിരുന്ന ശാസ്ത്രജ്ഞന്മാർക്കിടയിൽ ഒരു അരാജകത്വം തന്നെ നിലനിന്നിരുന്നു. ആറ്റത്തിന്റെ മാസും തന്മാത്രയുടെ മാസും തിരിച്ചറിയാനും അതുമായിട്ട് ബന്ധപ്പെട്ട കാൽക്കുലേഷൻസ് ചെയ്യാനുമായിട്ട് അന്നത്തെ ശാസ്ത്രജ്ഞന്മാർ ഒരുപാട് ബുദ്ധിമുട്ടിയിരുന്നു. എന്നാൽ ഈ ഒരു നിയമം, അവഗാഡ്രോവിന്റെ നിയമം അംഗീകരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും അന്ന് നിലനിൽക്കില്ലായിരുന്നു. എന്നാൽ അതുണ്ടായില്ല. അവഗാഡ്രോവിന്റെ മരണശേഷം 1860കളിൽ ഇദ്ദേഹത്തിന്റെ തന്നെ നാട്ടുകാരനായിട്ടുള്ള മറ്റൊരു ശാസ്ത്രജ്ഞനായ കന്നിസാരോവിന്റെ ശ്രമഫലമായിട്ടാണ് ഈ നിയമം പിന്നീട് അംഗീകരിക്കപ്പെടുക ഉണ്ടായത്. അദ്ദേഹത്തിന്റെ പേരിലുള്ള ഈ നിയമം ഒഴികെ, അതായത് അവഗാഡ്രോ ലോ ഒഴികെ മറ്റൊരു സംഭാവനയും ഇദ്ദേഹം ശാസ്ത്രത്തിന് വേണ്ടി നൽകിയിട്ടില്ല. എന്നാൽ ഈ നിയമവും ഇദ്ദേഹത്തിന്റെ കോൺസ്റ്റന്റ് ആയിട്ടുള്ള അവഗാഡ്രോസ് കോൺസ്റ്റന്റ് എന്നറിയപ്പെടുന്ന ഒരു വാല്യൂ 6.022 × 10⁻23 ഈ ഒരു വാല്യൂ ഉപയോഗിക്കാത്ത ഒരു കണക്ക് പോലും രസതന്ത്രത്തിലും ഭൗതിക ശാസ്ത്രത്തിലും നമ്മൾ ചെയ്യാതെ നിലനിൽക്കുന്നില്ല എന്നുള്ളൊരു കാര്യം കൂടി ഇവിടെ ഓർമ്മിപ്പിച്ചോട്ടെ. സയൻസ് ആൻഡ് സ്റ്റോറീസിലൂടെ ശാസ്ത്രജ്ഞന്മാരുടെ ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറീസുമായിട്ട് നമുക്ക് ഇനിയും കണ്ടുമുട്ടാം. താങ്ക് യു.